ഒന്നാമത് ഈ വീട് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഞാൻ പ്രവാസിയാണ്, ഗൾഫിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് മാസങ്ങളുണ്ടാവും. എല്ലാവർക്കും അറിയാം, കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ കൊണ്ട് ചോദിക്കുന്ന നടക്കുന്ന കാലഘട്ടമാണ്. ഇങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഗഫൂർക്ക രംഗത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ഗഫൂർക്ക ആരാണെന്ന് വെച്ചാണെങ്കിൽ നമ്മുടെ സിലു ടോക്സിലെ സിലു താത്തന്റെ ഹസ്ബൻഡ് ആണ്. ജീക് ടോക്സ് ഗഫൂർ എന്ന് പറയുന്ന പുതിയ ചാനലിലാണ് ഗഫൂർക്ക ഫസ്റ്റ് വീഡിയോ ഇട്ടത്. നമുക്ക് പുള്ളിക്കാരൻ വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്നുള്ളതൊന്ന് കണ്ടുനോക്കാം. ഹായ്, അസ്സലാം വലൈക്കും. എന്റെ പുതിയ ചാനലായ ജി ടോക്സ് ഗഫൂർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു അടിപൊളി ഓഫറുമായിട്ട് വന്നിരിക്കുന്നത്. ഓഫർ പറഞ്ഞാൽ ഈ ഓഫർ ഇനി ഒരിക്കലും കിട്ടില്ല, എവിടെയും കിട്ടില്ല, അങ്ങനത്തെ ഒരു ഓഫറാണ്. അപ്പൊ അതിന്റെ കാരണവും അതിന്റെ വിശദാംശങ്ങൾക്കും നമുക്ക് കിടക്കാം. അപ്പോൾ ഓഫർ ഊനാലാണ്. ഊനാല നമ്മള് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തത് 4500 രൂപയ്ക്കാണ് കൊടുത്തത്. പിന്നെ ചെറിയ മാർജിൻ ആക്കിയിട്ട് 3500 രൂപ പിന്നീട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് വന്ന വിലയിലും കുറച്ചുകൊണ്ട് 2499 രൂപയ്ക്ക്, അതായത് 2499 ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഊനാലിലൂടെ നമുക്കൊരു കുഷൻ ഉണ്ടാവും, പോലത്തെ 2 ഹൂക്ക് ഉണ്ടാവും, ഇതുപോലത്തെ 2 ഹൂക്ക് ഉണ്ടാവും. പിന്നെ അതിനോട് 2 അടിയിൽ അടുത്തൊരു ചെയിൻ ഉണ്ടാവും. പിന്നെ സ്പ്രിങ്, അതിനുള്ള സ്പ്രിങ് ഉണ്ടാവും, ഈ സ്പ്രിങ് ഉണ്ടാവും. ഇതെല്ലാം പാടെ ചേർന്നിട്ടാണ് നമ്മള് 2499 രൂപ കൊടുക്കുന്നത്. ശരി, ഇതെന്തോന്നത്? ആദ്യം ഞാൻ വിചാരിച്ച ചാനൽ മാറിപ്പോയോന്ന്. കാരണം ഊഞ്ഞാല് വിൽപ്പനയൊക്കെ ഇതിൽ പറയുന്നത്. ഞാൻ കരുതിയത് ഇങ്ങനെ പുതിയ ചാനൽ തുടങ്ങിയത് വ്യക്തിപരമായി ഇങ്ങനെ ചിലവുമായി വേർപിരിഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ തരാനായിരിക്കുമെന്നാണ്. ഇതൊരുമാതിരി വേർപിരിഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേഷൻ തരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇയാൾ എന്തോന്നത് ഊഞ്ഞാലിന്റെ കച്ചവടമാണോ പറയുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നീടാണ് എനിക്ക് സംഭവം മനസ്സിലായത്. ഇവരിപ്പൊ കൊടുക്കുന്ന ഈ ഓഫർ ഊഞ്ഞാലിനാണ്. സ്റ്റാർട്ടിങ് ഈ ഊഞ്ഞാല് 4500 രൂപക്ക് കൊടുത്തതാണ്. എന്നാൽ ഇപ്പൊ വെറും 2499 രൂപക്കാണ് ഈ ഊഞ്ഞാല് വിൽക്കുന്നത്. എന്തിനായിരിക്കും ഇത്രയും വില കുറവിൽ വിൽക്കുന്നത്? കാരണം വളരെ സിമ്പിൾ ആണ്. ഇവർ താമസിക്കുന്ന വീട് സെയിൽ ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. അതെ, ഇവരുടെ വീട് വേഗത്തിൽ വിൽക്കാനുള്ള ശ്രമത്തിലാണ് ഗഫൂർക്ക. നമുക്ക് ഗഫൂർക്ക ഇതിനെ കുറിച്ച് പറയുന്ന ഭാഗം ഒന്ന് കേട്ടോക്കാം. ഇതിപ്പോ കൊടുക്കാനുള്ള കാരണം എന്താ പറഞ്ഞാൽ, നമുക്ക് ഈ വീട് നമ്മളിപ്പോ സെയിൽ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോ 2-3 പാർട്ടികൾ നോക്കി പിന്നെ നോക്കാനുള്ള ആൾക്കാർക്കുള്ള സൗകര്യം വിലയിരുത്തിയിട്ടാണ് നമ്മള് ഇത് ഈ റേറ്റിന് കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ കേട്ടല്ലോ, അവരുടെ വീട് വിൽക്കാൻ പോവാണ്. 2-3 പാർട്ടികൾ ഓൾറെഡി വീട് വന്ന് നോക്കിയിട്ടുണ്ട്. വീടിന്റെ മുകളിലത്തെ നിലയിൽ ഫുൾ സ്റ്റോക്ക് ആയതുകൊണ്ട് വീട് കാണിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഈ സാധനങ്ങൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നതെന്നാണ് ഗഫൂർക്ക പറയുന്നത്. അല്ല, ഇതിപ്പോ എന്തിനാണ് ഇത്ര പെട്ടെന്ന് വീട് വിൽക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇതിന്റെ മറുപടി പല യൂട്യൂബ് ചാനലുകളും ഇതിനോട് ബന്ധപ്പെട്ട പല തത്വചിന്തകളും വ്യാഖ്യാനങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. ചിലർ പറയുന്നു കടം കൂടിയത് കൊണ്ടാണ് ഇവർ വേർപിരിഞ്ഞതെന്നും, അതുകൊണ്ടാണ് ഇവർ വീട് വിറ്റ് പണം കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലാണെന്നും എന്നൊക്കെയാണ്. എന്നാൽ ഇത് എത്രത്തോളം സത്യമാണെന്ന് സ്ഥിരീകരിക്കാൻ ഗഫൂർക്കയും സിലുവും നേരിട്ട് പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിനെ കുറിച്ചൊന്നും പറയാൻ സാധിക്കില്ല. ഇതൊരു സാധാരണ വീട് വിൽപ്പന മാത്രമല്ല കേട്ടോ. ഈ വീട് വിൽപ്പന ഇവരുടെ നിലവിലെ കുടുംബ സാഹചര്യം കൂടിയാണ് കാണിച്ചു തരുന്നത്. ഈ സംഭവങ്ങൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വൻ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ സിലുവിന്റെയും ഗഫൂറിന്റെയും പേഴ്സണൽ ലൈഫിലെ ചെറിയ കാര്യങ്ങൾ പോലും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഗഫൂർക്ക ഇട്ട ഈ വീഡിയോയിൽ വീട് വിൽക്കാനുള്ളതിന്റെ കാരണം ചെറുതായിട്ടൊന്ന് പരാമർശിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഊഞ്ഞാല് വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക, അറിയിക്കുക. കാരണം 40 പീസുള്ളൂ. ഈ വിലക്ക് ഇനി ഒരിക്കലും കിട്ടില്ല. ഒന്നാമത് ഈ വീഡിയോ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് പെട്ടെന്ന് കാലിയാക്കുന്നത്. 2-3 ആൾക്കാർ വന്ന് നോക്കി നോക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ സാധനം കൊടുക്കുന്നത്. കാരണം മുകളിൽ ഫുള്ളായിട്ട് ഫില്ലായിക്കുന്നത്. അപ്പോൾ നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നത്. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രവാസിയാണ്, ഗൾഫിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് മാസങ്ങളുണ്ടാവും. അപ്പോൾ അതുവരെ കടകാലിയാക്കാൻ വേണ്ടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. വലിയ നല്ല ഓഫർ ഉണ്ടാവും. അതുപോലെ ഈ സാധനങ്ങൾ നമ്മൾ പാർസൽ അയക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ ഉണ്ട്. അപ്പോൾ അതും പാർസൽ അയക്കാൻ പറ്റുകയാണെങ്കിൽ അയക്കാം. അപ്പോൾ അതുപോലെ തന്നെ ചാരിറ്റി വീഡിയോ ഉള്ള കാലത്ത് ചാരിറ്റി വീഡിയോ ഉണ്ട്. ചാരിറ്റി വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഞാനൊന്നുമല്ല, വേറെ ആൾക്കാരാണ് ഓപ്പറേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ചാനൽ ചോദിക്കാനുള്ള അവകാശമില്ലാതായിപ്പോയി. അപ്പോൾ ആ ചാനലിൽ ഞാൻ നേരത്തെ വീഡിയോ കുറേ ഇട്ടുണ്ടായിരുന്നു. ഞാൻ തനിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ചാനൽ 0-ൽ നിന്നാണ് തുടങ്ങുന്നത്, വട്ടപൂജ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഈ ചാനൽ മുന്നോട്ട് പോയി ഇതിൽ കുറേ കാര്യങ്ങൾ കുറിച്ച് ചെയ്യാമെന്നുണ്ട്. കുറച്ച് ചാരിറ്റിയൊക്കെ പോണ ഉള്ളവരെ കുറച്ച് ചാരിറ്റിയും അതുപോലെ തന്നെ നല്ല ഓഫർ, നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഓഫർ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കടക്കാർ കാലിയാക്കുന്നുണ്ടെങ്കിൽ അവർ പറയും അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ പറഞ്ഞാൽ ഫ്രീ ആയിട്ട്, പ്രൊമോഷൻ ക്യാഷിലാണ്ട് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കാനുള്ള സംവിധാനം പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഇട്ടുതരാമെന്ന് 2 ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കാനുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള
ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താലേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് നിങ്ങളിപ്പം മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അവസ്ഥ. എല്ലാവർക്കും അറിയാം. കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ കൊണ്ട് ചോദിക്കുന്ന നടക്കുന്ന കാലഘട്ടമാണ്. എന്തായാലും വേറെ ഒന്നും എനിക്കിപ്പോൾ പറയാനില്ല. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അസ്സലാമു അലൈക്കും. ഈ വാച്ചിന്റെ വില പുറത്ത് 350 രൂപയാണ്, വെറും 99. ഇതൊക്കെ 350 രൂപ വാച്ച് വെറും 99 രൂപ, വെറും 49 റുപ്പീസ്, വെറും 99 റുപ്പീസ്. ഓക്കെ, അപ്പൊ ഗഫൂർക്ക് തിരിച്ചു പോകാനുള്ള പ്ലാൻ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വീഡിയോ വിൽക്കാൻ പോകുന്നതെന്നാണ് വീഡിയോയിൽ പറയുന്നത്. പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീർക്കണം എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗഫൂർക്ക് ഓഫറുകളെല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പ്ലേ ചെയ്യിപ്പിച്ച ക്ലിപ്പിൽ ഗഫൂർക്ക് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്താണത്? ഗഫൂർക്ക് മുമ്പ് ഒരു ചാനൽ ഉണ്ടായിരുന്നു എന്നും പക്ഷെ അതിന്റെ ഓപ്പറേറ്റിംഗ് ടീം വേറെയാണെന്നും ഗഫൂർക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ ആ ചാനൽ ഇപ്പം ചോദിക്കാൻ അവകാശമില്ലെന്നും ഗഫൂർക്ക് പറയുന്നുണ്ട്. ഏതാണ് ആ ചാനൽ എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. സിലുവിന്റെ ചാനൽ തന്നെയാണത്, സിലു ടോക്സ് അൽഹ. അതുപോലെ ശരിക്കും ഗഫൂർക്ക് ഇപ്പൊ എന്തിനാണ് തിരിച്ചു പോകുന്നത്? മക്കളൊക്കെ ഉപേക്ഷിച്ച് ഇനി ഗൾഫിലേക്ക് പോവാണോ? എനിക്ക് തോന്നുന്നത് ആൾക്കാർ ഇവർക്ക് കടമുണ്ടെന്ന് പറയാൻ കാരണം ഗഫൂർക്ക് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാവാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗഫൂർക്ക് തന്റെ പുതിയ ചാനൽ സീറോയിൽ നിന്നും തുടങ്ങിയതാണെന്നും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നും പറയുന്നുണ്ടല്ലോ. എന്നിട്ട് കമ്മിങ് സൂൺ എന്നും പറഞ്ഞുകൊണ്ട് പുതിയ ഓരോ സാധനങ്ങളുടെ ഓഫറിന്റെ ചെറിയ ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഗഫൂർക്ക് ഇതൊരു ബിസിനസ് ചാനലാക്കി മാറ്റാനുള്ള പ്ലാൻ ആണെന്നാണ്. ഈ നല്ല സാധനങ്ങൾ തന്നെ വില കുറവിൽ ഓഫർ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ വാങ്ങാൻ ആൾക്കാരുണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മറ്റൊരു സംശയം ഇല്ലാതില്ല, ഇനി ഇതൊക്കെ ഇവരുടെ നാടകമാണോ? അത് എന്റെ സംശയം മാത്രമാണ് കേട്ടോ. കാരണം യൂട്യൂബിൽ ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ സജീവമാണല്ലോ. ഇവിടെ സിരുത്തെയും ഹസ്ബൻഡ് ആയിട്ടുള്ള ഗഫൂർക്കയും ഒരുമിച്ചുള്ള അവസരത്തിലാണ് സിരുത്തൻ ഹസ്ബൻഡ് ആയിട്ടുള്ള ഗഫൂർക്ക് പുതിയൊരു ചാനൽ തുടങ്ങിയതെങ്കിൽ അത് ഇത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അത് എന്റെ ഡൗട്ട് മാത്രമാണ് കേട്ടോ. കാരണം ഇപ്പൊ ശരിക്കും ഇവർ വേർപിരിഞ്ഞതാണോ അഭിനയിക്കുന്നതാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ശരിക്കും പാടാണ്. നമ്മളങ്ങനെ ഒരുപാട് ചാനലുകൾ കണ്ടിട്ട് ആദ്യം ഇവര് തെറ്റിപ്പിരിയും, എന്നിട്ട് ഇതിൽ ചാനൽ ഇല്ലാത്ത ആള് പുതിയ ചാനൽ അങ്ങ് തുടങ്ങും. അതിപ്പോ ചിലപ്പോൾ ഭാര്യയാകാം ഭർത്താവാകാം. എന്നിട്ട് ആ ചാനലിൽ വേണ്ട റീച്ചും ഫെയിമും കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ ഇവർ വീണ്ടും ഒന്നാക്കും. അങ്ങനെ എത്രത്തെ ചാനലുകൾ ഇവിടെ ഉണ്ട് അല്ലെ? മല്ലു ഫാമിലി, പ്രവീൺ പ്രണവ്, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുപോലെയാണ് ഇതെന്ന് ഞാൻ ഉറപ്പിക്കല്ലേ കേട്ടോ. ജസ്റ്റ് എന്റെ ഒരു സംശയം സൂചിപ്പിച്ചതാണ്. ഇവിടെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും റീസെന്റ് ഈ പറഞ്ഞ തെലുവും ഭർത്താവും മൊത്തം ഫാമിലി ഉള്ള ഒരു ഇന്റർവ്യൂ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ കൊടുത്തൊരു ഇന്റർവ്യൂ ആണത്. ലൈഫ് നെറ്റ് TV എന്ന് പറഞ്ഞൊരു ചാനൽ കൊടുത്ത ഇന്റർവ്യൂ ആണ്. പക്ഷെ ഇപ്പൊ ആ ഇന്റർവ്യൂ കണ്ട സമയത്ത് എന്തോ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ആ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും ഈ സിലുവും ഭർത്താവും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ എത്രത്തോളമാണെന്നുള്ളത്. നമുക്കതിൽ ചില ഭാഗമൊന്ന് കണ്ടോക്കാം. ഈ കല്യാണത്തിന് മുമ്പുള്ള ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? വിവാഹത്തിന് മുമ്പുള്ള ഒരു ജീവിതം പറഞ്ഞാൽ അത് ശരിക്കും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗമാണ്. എന്റെ വീട്ടിൽ പ്രോബ്ലംസ് ഇല്ലാന്നല്ല, കുറെ പ്രോബ്ലംസിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ ഞാനൊരു കുട്ടി എന്ന നിലക്ക് എന്നെ അതൊന്നും ബോധർ ചെയ്യണ്ട. ഞാനിങ്ങനെ പാരി പറക്കുന്നത് നമ്മുടെ പ്രായമല്ലേ. ഇപ്പൊ ലൈക്ക് ഇവളുടെ കാര്യം ഞാൻ ആളോട് പറയുന്ന ഒരു കാര്യം, കല്യാണമൊക്കെ കഴിക്കാം, അതിന് ആ പഠനവും കഴിഞ്ഞ് ജോലിയും ചെയ്തതിന് ശേഷം നിനക്ക് എപ്പോഴാണോ കല്യാണം കഴിക്കാൻ പൂതി വരുന്നത് അപ്പൊ പറയാം. ലവ് മാരേജ് ആണെങ്കിൽ ഓക്കെ അതിന് അല്ല, അങ്ങനെയല്ല ഈ കാലഘട്ടത്തില് ഉള്ള കുട്ടികളെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. നമുക്ക് അവരെ അങ്ങനെ ഒരുപാട് കൺട്രോൾ ചെയ്യാനും പറ്റൂല. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യൂല. പക്ഷെ അതിന് മുമ്പേ നമ്മളിങ്ങനെ ചെറിയ ഹിൻസ് ഇട്ട് വെക്കും. ഇപ്പൊ ചെക്കനൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം, അങ്ങനെയൊക്കെ വേണം. അപ്പൊ അവർക്ക് മൈൻഡിലൊരു ഇതുണ്ടാവുമല്ലോ, എനിക്ക് വേണ്ട, ഞാൻ ആരും നോക്കുന്നില്ല. അമ്മി കുറച്ച് ഡിമാൻഡുകൾ വെച്ചാലും ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു ചെക്കൻ ഇനി അമ്മി തന്നെ ഉണ്ടാക്കണം. എന്തോ ഡിമാൻഡ്. ഓക്കെ, ഇതിൽ സിരുത്താത്ത തന്നെ പറയുന്നുണ്ട് വിവാഹത്തിന് മുമ്പുള്ള ജീവിതം സ്വർഗമാണെന്ന്. അല്ലെ, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് മുമ്പുള്ള ജീവിതം സ്വർഗമാണെന്നുള്ളത് ശരി തന്നെയാണ്. ഉത്തരവാദിത്തങ്ങളുടെ ഭാരം അറിയാത്ത കാലം, സ്വപ്നങ്ങൾക്ക് ചിറകുള്ള സമയം, പേടികളില്ലാതെ ചിരിക്കാൻ കഴിയുന്ന നാളുകൾ. അന്ന് നമ്മൾ ജീവിതം ആസ്വദിക്കുന്നത് കുറ്റബോധമില്ലാതെ, നിയന്ത്രണങ്ങളില്ലാതെ തന്നെയായിരിക്കും. പഠനം, സൗഹൃദങ്ങൾ, ചെറു സന്തോഷങ്ങൾ എല്ലാം നമ്മുടേത് തന്നെയായിരിക്കും. എന്നാൽ വിവാഹം കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഈ സ്വർഗീയ സ്വാതന്ത്ര്യം വലിയൊരു വെല്ലുവിളി തന്നെയായി മാറും. പുതിയ ഉത്തരവാദിത്തങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, കുട്ടികളുടെ പരിപാലനം, ഇതെല്ലാം പിന്നീട് നമ്മൾ നോക്കേണ്ടി വരും. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും വിവാഹത്തിന് ശേഷവും നല്ല സന്തോഷമുള്ള ലൈഫൊക്കെ ഉണ്ടാവും, നല്ലൊരു ലൈഫ് പാർട്ണറെ കിട്ടുകയാണെങ്കിൽ. എന്നാൽ സിലുവിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കടിഞ്ഞാൻ തന്നെയായിരുന്നു വിവാഹം. അത് ഇവർ ഇന്റർവ്യൂവിൽ പറയാതെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, വിവാഹത്തിന് മുമ്പുള്ള ജീവിതം സ്വർഗമായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നും സിരുത്താത്ത പറയുന്നുണ്ട്. ഒരു പരിധി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അവരുടെ തീരുമാനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇക്കായെ സംബന്ധിച്ചിടത്തോളം ഇക്കാക്ക് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണ് സിരുത്താത്ത പറയുന്നത്. അല്ലെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗഫൂർ ഖാന്റെ ചിന്താഗതി എത്രത്തോളം പിറകിലോട്ടാണെന്ന്. എനിക്ക് തോന്നുന്നത് ഇവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം പോലെ തന്നെ ഇവരുടെ ചിന്തകളിലും വലിയ അന്തരമുണ്ട്. സിലു ആണെങ്കിൽ കുറച്ചുകൂടി മോഡേൺ ചിന്താഗതിയാണ്, എന്നാൽ ഗഫൂർക്ക് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റും. അത് ഇവർ ഈ ഇന്റർവ്യൂവിൽ ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും.
ബാക്കി കൂടെ ഉണ്ടോക്കാം. ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോ ചില ഹസ്ബൻഡ്സ്, പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഫോട്ടോ ഇടാൻ പാടില്ല, ഇതൊക്കെ ഇതാണ് അങ്ങനെ. പക്ഷെ പുള്ളിക്കാരനെ നോ പറഞ്ഞിട്ടില്ല എന്നാണ് താങ്കളുടെ വിശ്വാസം. ആള് പറഞ്ഞാലും ഇല്ലെങ്കിലും അല്ലല്ല, ഞാനും അങ്ങനെയുള്ള ഒരാളായിരുന്നു. ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യുന്നവരാ. അത് വലിയ തെറ്റാണെന്നോ നല്ലതാണെന്നോ ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. സ്റ്റാർട്ടിംഗ് മോട്ടിവേഷനാണ് നമ്മൾ തുടങ്ങിയത്. അല്ല, അതിനു മുമ്പ് ഈവൻ ഇതൊന്നും സോഷ്യൽ മീഡിയ ആൾക്ക് ഇതൊന്നും ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പൊ നമുക്ക് ഈവൻ പുറത്തു പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഓപ്പോസിറ്റുള്ള ആൾക്കാർ നോക്കുന്നത് ഇഷ്ടമല്ല, അങ്ങനെ ഒരു ടൈപ്പാണ്. പാർസലാണ് കൂടുതലും വാങ്ങിയിട്ട് വരുന്നത്. ഫുഡ് കഴിക്കാൻ പോകുമ്പോ ആൾക്കാർ നോക്കുമെന്ന് പേടിച്ച് പാഴ്സൽ മേടിച്ച് വീട്ടിൽ കൊണ്ട് കഴിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട്. അല്ല, അതൊക്കെ അതിനൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത്. മേ ബി ഭാര്യക്ക് ഇത്തിരി സൗന്ദര്യം ഉണ്ടല്ലോ, ആൾക്കാരൊന്നും നോക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല, നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് ആ ഒരു അങ്ങനെയാണ് പുറത്ത് ഫുഡ് കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പൊതുവെ എന്താ പറയാ, നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് കുറെ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ അവനവന്റെ ഭാര്യനെ അധികം ആരും നോക്കാൻ പാടില്ല, അങ്ങനെ തന്നെയല്ലേ സ്വാഭാവികം. കുറെ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതന്നെയാണ്, അതൊന്നും എനിക്കൊരു വിഷയോ കാര്യങ്ങളോ. ഇതിൽ സിലു കൃത്യമായിട്ട് പറയുന്നുണ്ട് തന്റെ ഭർത്താവിന് താൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്നതിന് തീരെ താല്പര്യമില്ല എന്നുള്ളത്. സോഷ്യൽ മീഡിയ പോട്ടെ, സിലു പുറത്തു പോയി ആളുകളോട് ഇടപഴകുന്നതിന് പോലും ആൾക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ സിലുവും അത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നോട് ചിന്തിപ്പിച്ച കാര്യം അതൊന്നുമല്ല. ഇവര് രണ്ടാളും പുറത്തു പോകുന്ന സമയത്ത് അന്യരായിട്ടുള്ള ആളുകൾ സിലുവിനെ നോക്കുന്നത് പോലും ഗഫൂർക്കൊക്കെ ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ, അത് ഗഫൂർക്കൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ, ഗഫൂർക്കിന്റെ ഒരു മൈൻഡ് സെറ്റ് എത്രത്തോളം റിഗ്രസീവ് ആണെന്നുള്ളതാണ്. ആൾക്ക് ഒരുമിച്ച് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന പോലും ഇഷ്ടമല്ല. എന്താ കാരണം? ഹോട്ടലിൽ പോയിരിക്കുന്ന സമയത്ത് ചുറ്റുമുള്ള ആളുകൾ ഭാര്യയെ നോക്കുമോ എന്നുള്ള പേടി. അത് കാരണം പാർസൽ വാങ്ങിയിട്ടാണ് പോലും ഭക്ഷണം കഴിക്കാറ്. ചിലർക്ക് സിലു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനൊരു സംശയരോഗമായിട്ട് തോന്നാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇത് സംശയരോഗമൊന്നുമല്ല. ഇത് കാലങ്ങളോളമായി രൂപപ്പെട്ടു വന്നൊരു കൾച്ചറിന്റെ ഭാഗമായിട്ടുണ്ടായി വന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു കാലത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. തന്റെ ഭാര്യ ആരും നോക്കരുത് എന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകൾ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ടാണല്ലോ പലരും മുറുക്കിടിച്ച് ഭാര്യമാരെ പുറത്തിറക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ താല്പര്യമാണ് കേട്ടോ. പക്ഷെ സിലു അതിനെ നോർമലൈസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലേ. പക്ഷെ എങ്ങനെ ഇതിനൊക്കെ പോസിറ്റീവായി കാണാൻ സിലുവിന് സാധിക്കുന്നു എന്നുള്ളതാണ് എന്റെ സംശയം. ഈ പാർസലൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് കഴിക്കുന്നത് ഒരു ഓപ്ഷൻ ആയി കാണുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ അതൊരു നിർബന്ധമായി മാറുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പൊതുസ്ഥലങ്ങളിൽ സ്വാഭാവികമായി ജീവിക്കാനുള്ള അവകാശം കൂടിയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഭാര്യയ്ക്ക് സൗന്ദര്യം ഉണ്ടെന്ന കാരണം കൊണ്ട് ആരും നോക്കരുതെന്ന ചിന്ത അതൊരിക്കലും സ്നേഹമോ സംരക്ഷണമോ അല്ല. അതൊരു തരം ഉടമസ്ഥ ബോധവും നിയന്ത്രണവുമാണ്. ഇത് നമ്മുടെ കൾച്ചറിൽ ഉണ്ടെന്നും പറഞ്ഞ് ഇതിനൊന്ന് ന്യായീകരിക്കരുത് സിലു. ഈ വിവാഹം എന്ന് പറയുന്നത് ഒരാളെ മറ്റൊരാളുടെ നിഴലിലാക്കി മാറ്റാനുള്ള ലൈസൻസ് അല്ല. അവിടെ രണ്ടുപേരുടെയും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒരുപോലെ മാനിക്കപ്പെടണം. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. ഏറ്റവും കൂടുതൽ നെഗറ്റീവ്, ഏറ്റവും കൂടുതൽ പോസിറ്റീവ് അമ്മയുടെ സൈഡാ. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോ നെഗറ്റീവ് പറയണതേ ഇഷ്ടമല്ല, എല്ലാം പോസിറ്റീവ്ലി എടുക്കണം. ഇന്നലെ പോലും ഡ്രസ്സ് എടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു, ഇത് രസമല്ല, ഇതിന്റെ ത്രെഡ് വർക്ക് രസമല്ല, നീ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ടിരുന്നു. അത് അമ്മയുടെ റെഗുലർ ഡയലോഗ്. എന്നാൽ എന്റെ ഉപ്പാക്ക് ഒരു കാര്യത്തിൽ ഫ്ലോസ് എന്നാണ് ആദ്യം എടുത്തു പറയും. ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്. അപ്പൊ അത് അമ്മയ്ക്ക് തീരെ പറ്റില്ല. ആക്ച്വലി ഇന്നലെ എനിക്ക് ഒരു പുതിയൊരു പ്രൊജക്ട് ഉണ്ട് എന്റെ. അപ്പൊ ആ കാര്യങ്ങള് ഞാനിങ്ങനെ പറയുന്ന സമയത്ത് അതൊന്നും നടക്കൂല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആള് അതൊന്നും പോസിബിൾ അല്ല, അത് നടക്കൂല, അത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നെഗറ്റീവ് അല്ലാതെ അറിയാൻ പറ്റൂലേ. അത് അങ്ങനെ, കാരണം ഞാൻ ഇതിന്റെ എല്ലാം മൈൻഡിൽ ഓൾറെഡി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഈ ട്രസ്റ്റിന്റെ കാര്യമാണെങ്കിലും അടുത്ത് ഇനി എന്ത് ചെയ്യണം, ഇങ്ങനത്തെ മൊത്തത്തിലെല്ലാം പോസിറ്റീവ്ലി പ്ലാൻ ചെയ്ത് വെക്കുമ്പോ ഫസ്റ്റ് നെഗറ്റീവ് വെക്കുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്. ഓക്കെ, ഒരാൾ പോസിറ്റീവ് മൈൻഡും മറ്റാൾ നെഗറ്റീവ് മൈൻഡും എന്തൊക്കെയാണ് ഇവിടെ സിലുത്താത്ത പറയുന്നത് അല്ലെ. സിലുവിന് ഈ സംസാരത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സിലുവിന് എപ്പോഴും ഭർത്താവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രചോദനക്കുറവ് മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ആരാണ് നെഗറ്റീവ് എന്ന ചോദ്യത്തിന് മക്കളാണ് ആദ്യം കയറി ഉത്തരം പറയുന്നത്, ഉപ്പയാണെന്നുള്ള രീതിയിൽ. അങ്ങനെ മക്കൾ കയറി അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മക്കൾ കാണുന്നുണ്ടാവും. ചിലപ്പോൾ സിലുവും ഭർത്താവും തമ്മിലുള്ള അടികളെല്ലാം തമാശ രൂപേണുള്ള അടികളാകാം. എന്നിരുന്നാലും എത്ര തന്നെ നമ്മുടെ ചിന്താഗതികൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും പരസ്പരം സ്നേഹം കൊണ്ട് എല്ലാം സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയായാലും സിലുവും ഭർത്താവും ഇത്രയും നാൾ ഇവർ തമ്മിലുള്ള അന്തരങ്ങൾക്കപ്പുറം ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടവരാണ്. അവർ അതിനു വേണ്ടി ജീവിച്ചവരുമാണ്. ഇനി ശരിക്കും ഈ കുടുംബം സെപ്പറേറ്റഡ് ആവാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അതെന്തേലും ആവട്ടെ, ബാക്കിയൂടെ കണ്ടോക്കാം. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോ ആള് അങ്ങനെ ലേഡീസിനോട് അങ്ങനെ സംസാരിക്കുക, മുഖത്ത് നോക്കി സംസാരിക്കുക. അല്ല, ആദ്യം മുതലേ അങ്ങനെയാണ്. ആരോട് അങ്ങനെ സംസാരിക്കില്ല, സിസർ വലിക്കൂല, ഡ്രിങ്ക്സ് അടിക്കൂല, പിന്നെന്താണ് പൈസ ചെലവാക്കില്ല, ഞങ്ങക്ക് വേണ്ടി ചെലവാക്കൂല. എന്താ വൈഫിന് കൊടുത്തത്? അല്ലല്ല,
എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു പെരുന്നാളാണിത്. കുറെ കാലമായിട്ട് ഞാൻ അങ്ങനെ ഡ്രസ്സ് എടുക്കാറൊന്നുമില്ല, കൊളാബറേഷൻ അപ്പുറത്ത് പോയി. അപ്പൊ അങ്ങനെ ഡ്രസ്സ് ഒന്നും എടുക്കാറില്ല. എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, എനിക്ക് എടുത്ത് തരട്ടെ അപ്പൊ എടുക്കാന്ന്. കുട്ടികൾക്കൊക്കെ തന്നെ എടുക്കുമായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് നല്ല കോസ്റ്റ്ലി അടിപൊളി ഡ്രസ്സ് എടുത്തത് എല്ലാവരും. ഓക്കെ, പെരുന്നാൾക്ക് പോലും ആദ്യമായിട്ടാണ് ഭർത്താവ് ഡ്രസ്സ് എടുത്ത് തരുന്നതെന്നൊക്കെയാണ് ഇവിടെ സിലു പറഞ്ഞു വെക്കുന്നത് അല്ലേ. എന്തൊരു അവസ്ഥയാണെന്ന് നോക്കി. ഇപ്പൊ ഇവിടെ സിലു ഭർത്താവിന്റെ ഗുണങ്ങൾ ഒരുപാട് എടുത്ത് പറയുന്നുണ്ട്. ആരോടും മോശമായി സംസാരിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, ഡ്രിങ്ക്സ് അടിക്കില്ല, പൈസ വെറുതെ ചെലവാക്കില്ല. ഇവയൊക്കെ തീർച്ചയായും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഒരു കുടുംബ ജീവിതം നയിക്കുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ശീലങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ സിലു ചേർത്ത് പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിലൊരു അസ്വസ്ഥത ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഭർത്താവ് ഒരു പിശുക്കനാണെന്നും അധികം ചെലവാക്കാൻ മടിയുള്ള ആളാണെന്ന് എടുത്തു പറയുന്നു. വളരെ ലാഘവത്തോടെയാണ് ഇവിടെ സിലു തന്റെ ഭർത്താവ് കുടുംബത്തിന് വേണ്ടി ചെലവാക്കാൻ മടിയുള്ള ഒരാളാണെന്ന് എടുത്തു പറയുന്നത് അല്ലേ. അതുപോലെ ഈ ഇന്റർവ്യൂവിലെ പല സ്ഥലങ്ങളിലും തന്റെ ഭർത്താവ് എങ്ങനെയുള്ള ആളാണെന്ന് സിലു പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഭർത്താവിന്റെ ചില ടോക്സിക് ബിഹേവിയറിനെ ഹാസ്യരൂപേണ നോർമലൈസ് ചെയ്താണ് സിലുവിന്റെ മുഴുവൻ സംസാരവും. ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ പെരുന്നാളിന് പോലും ഭർത്താവ് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാറില്ല എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ സിലു സ്വന്തമായി അധ്വാനിക്കുന്നത് കൊണ്ടാകാം ഇപ്പൊ ഇങ്ങനെയൊന്നും വാങ്ങിക്കൊടുക്കാത്തത്. സിലുവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി വാങ്ങാവുന്നത് തന്നെയല്ലേ ഉള്ളൂ. എന്തോ ആയിക്കോട്ടെ, എന്തായാലും ഇത്തവണ ഒരു കോസ്റ്റ്ലി ഡ്രസ്സ് സിലുവിന്റെ ഭർത്താവിനൊക്കെ കിട്ടിയല്ലോ. വർഷങ്ങളോളം സ്വന്തം ആവശ്യങ്ങൾക്ക് ഡ്രസ്സ് പോലും എടുക്കാത്ത ഒരാൾ ഒരു പെരുന്നാളിന് നല്ലൊരു ഡ്രസ്സ് കിട്ടുന്നത് ഭയങ്കര സന്തോഷമായി മാറുന്നത് അവളുടെ ജീവിതത്തിലെ സ്വയം പ്രാധാന്യം എത്ര കുറവായിരിക്കും എന്നതിന്റെ സൂചനയാണ്. കുട്ടിക്ക് എപ്പോഴും എടുത്തു കൊടുക്കുന്നുണ്ടല്ലോ, പക്ഷെ ഇത്തവണ എനിക്ക് എടുത്തു തരട്ടെ എന്ന സിലുവിന്റെ വാശി നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. പക്ഷെ അത് സ്ഥിരമായി നടക്കുമ്പോൾ അതിനെ നോർമൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പലയിടത്തും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഭാര്യമാരെ വളരെ ലീസ്റ്റ് ആയി കൺസിഡർ ചെയ്യുന്ന ഒരു അവസ്ഥ. മക്കളുടെ സന്തോഷങ്ങളും അവരുടെ ഇഷ്ടങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രം ഭാര്യയ്ക്ക് പരിഗണന കൊടുക്കുന്ന അവസ്ഥ പലയിടത്തും കാണാറുണ്ട്. അങ്ങനെയുള്ള എത്രയോ ഭർത്താക്കന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ കണ്ണിൽ ഭാര്യ എപ്പോഴും ഒരു ത്യാഗിയാവണം എന്നുള്ളതാണ്. എന്തായിരുന്നാലും സിലുവിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ സിലു തന്റെ ഭർത്താവ് തനിക്ക് പല കാര്യങ്ങളും ചെയ്തു തരാൻ കൊതിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഇവരിവിടെ പറയുന്നുണ്ടല്ലോ, എന്റെ ഭർത്താവ് ഭയങ്കര പിശുക്കനായിട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാതെ ഭാവിയിലേക്ക് കുറെ പൈസ ചുരുക്കൂട്ടി വെച്ചിട്ട് എന്ത് കാര്യം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സിലു ഇവിടെ പറയുന്നത് തന്റെ ഭർത്താവ് തനിക്ക് അപൂർവമായി ഡ്രസ്സ് എടുത്ത് തന്നത് തന്റെ ഒരു സന്തോഷ നിമിഷമാണ് എന്നൊക്കെയാണ് അല്ലെ. പക്ഷെ എങ്ങനെ സിലു പറയുമ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ഇതൊക്കെയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വയം സന്തോഷിക്കേണ്ട കാര്യങ്ങൾ? ഇതൊരിക്കലും കൾച്ചറിന്റെ പേരിൽ മറക്കേണ്ട ഒരു വിഷയമല്ല, ചർച്ച ചെയ്യേണ്ട, മാറ്റം വരേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഞാൻ ഇത്രയും കാണിച്ച ക്ലിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ഗഫൂർക്കയുടെ ചിന്താഗതിയും സിലുവിന്റെ ചിന്താഗതിയും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം ആയിരിക്കും എന്നുള്ളത്. ഇനി എന്ത് തന്നെ ആയാലും ഇവരുടെ ജീവിതം ഇനി എന്താകുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കും. ഗഫൂർ ഗൾഫിലേക്ക് പോകുമെന്നൊക്കെ പതിയെ അറിയാം. എനിക്കിവിടെ ഇനി സിലുവിനോടും ഭർത്താവിനോടും പറയാനുള്ളത്, ഇനിയെങ്കിലും ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൈവറ്റ് ആക്കി വെക്കുക. സന്തോഷമായാലും സങ്കടമായാലും കൊണ്ടിടേണ്ട ഒരു സ്ഥലമല്ല സോഷ്യൽ മീഡിയ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ആശ്വാസത്തിനും പകരം ട്രോളുകൾ മാത്രമായിരിക്കും ലഭിക്കുക. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ.